ഇതാ കണ്ടോളിട്ടോ, പുതിയ ബാറ്ററി നമ്മളെ കാളിയാവിലും എത്തിക്കണ്. വെള്ളമൊന്നും പാരാത്ത ലിഥിയം ബാറ്ററിയാണിത്. വെയിറ്റ് വളരെ കമ്മിയാണ്. ഞാനിപ്പോൾ ഈ എടുത്ത് നിൽക്കണ ഈ ബാറ്ററി ഉണ്ടല്ലോ, ഇത് 300 AH, അതായത് 250 AH ബാറ്ററിക്ക് പകരം നിൽക്കുന്ന ബാറ്ററിയാണ്. കണ്ടോളി, ഇതിൻ്റെ വെയിറ്റും കാര്യമൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് കാണിച്ചു തരാം. വളരെ ചെറിയ ഒരു സാധനമാണ്. അതിൻ്റെ 150 AH ബാറ്ററിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ് ഇത് കാണുന്നത്. ഇതിന് ഒരു സ്വിച്ച് ബ്രേക്കറൊക്കെ ഉണ്ട്. വെള്ളം ഒഴിക്കേണ്ടതില്ല. ഇപ്പോൾ പഴയ ബാറ്ററിയൊക്കെ നമ്മൾ വെള്ളം അധികം ഒഴിച്ചാൽ നമ്മുടെ നിലമൊക്കെ കേടാവുമല്ലോ. ഇതിന് ആ പ്രശ്നമൊന്നും വരില്ല. വെള്ളം തീരെ ഒഴിക്കേണ്ട. ഈ സ്വിച്ച് പൊന്തിച്ചാൽ ഈ ബാറ്ററി ഓണാവും. ഈ മുകളിൽ കാണുന്ന ഈ റെഡ് ബ്ലാക്ക് ഈ സാധനങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ ഇൻവെർട്ടർ കണക്ട് ചെയ്യേണ്ടത്. ഇത് ഈ സ്ക്രൂ അയച്ചിട്ട് അവിടെ കണക്ട് ചെയ്താൽ മതി. ഇത് കണ്ടില്ല ഇപ്പോൾ, ഇത് നമ്മൾ 150 AH C10 ബാറ്ററിയാണ്, 160 AH C10 ബാറ്ററിയാണ്. ഇതിന് പകരം ഇതിൻ്റെ രണ്ടത്തര പോകുന്ന ബാറ്ററിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഓറഞ്ച് കളറിൽ ടോപ്പിലുള്ള ഈ ബാറ്ററി കാണുന്നത്. ഇതിൻ്റെ വെയിറ്റ് നിങ്ങൾ നോക്കുകയാണെ, ഇതിൻ്റെ കണ്ടില്ലേ ഇപ്പം കാണാം ഇതിൻ്റെ തൂക്കം എത്രയാണ്. മുൻവശത്തേക്ക് വരുമ്പോൾ സ്കെയിലിൽ നോക്കിയേ, 23,750. ശരാശരി 24 കിലോയിലാണ് ഇതുണ്ടാവുക. തുലാസക്ക് വെക്കണ കണ്ടോളി, കണ്ടോ ഇനിയിപ്പോൾ കാണാം. തുലാസക്ക് വെക്കുമ്പോൾ കാണാം 23,750 ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതായത് 150 AH രണ്ടത്ര പോകുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 300 AH തുല്യമായ ബാറ്ററി. ഇനി 150 AH ബാറ്ററി നമുക്കൊന്ന് തൂക്കി നോക്കുമ്പോൾ എത്രയാണ് കാണോ. ഇത് 150 AH ബാറ്ററിയാണ്. 150 AH C10 ബാറ്ററിയാണ് ഈ കാണുന്നത്. കണ്ടോ 150 എന്ന് ഇതിമ കാണുന്നുണ്ട്. കണ്ടോ 150, 12 വോൾട്ട് 150 AH ബാറ്ററി. അതിൻ്റെ വെയിറ്റ് എത്രയാണ് വരുന്നത് നോക്കട്ടെ. എത്ര വെയിറ്റ് വരുന്നത് നമുക്ക് ഇതിൽ കാണാം. 65,600 ഇതിൻ്റെ വെയിറ്റ് നമ്മൾ ഇതിൽ കാണുന്നത്. 65,600. ഇങ്ങനത്തെ 2 ബാറ്ററി വെച്ചാൽ എത്രയാവും? 130 ചില്ലറയും വെയിറ്റ് വരും. അതിൻ്റെ പകരമാണ് നമ്മൾ നേരത്തെ കണ്ട ആ ബാറ്ററി, ലിഥിയം ബാറ്ററി. വെള്ളം ഒഴിക്കണ്ട, പൊട്ടലും ചീറ്റലും ഇല്ല, നമ്മളെ നിലം പ്രശ്നമാവില്ല. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ബാറ്ററിയാണ് ഈ ബാറ്ററി. 5 വർഷത്തിന് വാറണ്ടി ഉണ്ട്. 10 വർഷം 15 വർഷം വരെ ഇതിന് ലൈഫ് കിട്ടുന്ന ബാറ്ററിയാണിത്. അതായത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ടോ വറ്റുണ്ടോ നോക്കി ഇങ്ങോട്ട് നേരം കളയണ്ട. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പ്രവർത്തിച്ചോളും, ഒരു പ്രശ്നമില്ല. ഓവർലോഡോ എന്തെങ്കിലും വന്നാൽ ഈ ബ്രേക്കർ ഓഫാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ബ്രേക്കർ താഴ്ന്നു കിടക്കുന്നുണ്ടെങ്കിൽ ഓവർലോഡ് വന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓവർലോഡ് ഓഫാക്കി കണ്ട് ഇത് പൊക്കിയാൽ പിന്നെ വളരെ സുഖമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. 300 AH ബാറ്ററിക്ക് പകരം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം വർക്ക് ചെയ്യും? അതിന് മാത്രം നല്ല